ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇത് ഒരു ആൽഫേൻ്റെ നൈറ്റി ബിറ്റാണ് കേട്ടോ. കൊണ്ടുവന്നൊരു ഫ്രോക്ക് നൈറ്റിയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഇതിനൊരു കുഴപ്പമില്ല, നല്ല അടിപൊളി ക്ലോത്താണ്. പിന്നെ വെയർ ചെയ്യാനും സുഖമാണ്, കഴുകിയാലും തേക്കും കൊണ്ട് ചുരുങ്ങില്ല, നല്ല അടിപൊളിയാണ് കേട്ടോ ആൽഫേൻ്റെ നൈറ്റി ബിറ്റ്. പക്ഷേ ഇതിനൊരു കുഴപ്പം തയ്ക്കുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ നൂല് ഊർന്ന് പോരുന്നൊരു ഐറ്റമാണ്. നമ്മൾ ലോക്കിട്ട് എപ്പോഴും തയ്ക്കണം. ലോക്കിട്ട് തയ്ച്ചില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ഫ്രോക്ക് നൈറ്റ് വയ്ക്കുമ്പോൾ താഴത്ത് നമുക്ക് ഇത് ഫ്രില്ലിടൂലേ, അതാണ് ചെയ്യണത്. അപ്പോൾ ഫ്രില്ലിടുന്നതിന് ഞാനൊരു ഐഡിയ ചെയ്യാറുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഫ്രില്ലിടുമ്പോൾ ഇപ്പം ഞാനിത് ഫ്രില്ല് തയ്ച്ച് വെച്ചിരിക്കുന്നതാണ്. താഴെ ഞാൻ അതിൻ്റെ ഫ്രോക്ക് നൈറ്റിൻ്റെ ബോട്ടം ഭാഗത്ത് ഇത് പിടിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ നല്ല വശത്തേക്ക് തന്നെ ആക്കി പിടിപ്പിക്കുക. എന്ന് വെച്ചാൽ നല്ല വശം ഇത് ഉൾവശമാണ്. സാധാരണ നമ്മൾ നല്ല വശത്തുനിന്ന് ഇങ്ങനെ ചീത്ത വശം വെച്ചാണ് പിടിപ്പിക്കാറ്. ഇങ്ങനെയാണ് പിടിപ്പിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ട് ഉണ്ടോ, ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ട് തിരിച്ചിടാറാണ്. അതിന് പകരമായിട്ട് ഇപ്പം ചെയ്യണത് തിരിച്ച് ചെയ്യും. എന്നുവെച്ചാൽ ഇതിൻ്റെ ചീത്തവശവും കൂടെ വെച്ചിട്ട് തയ്ക്കും. നല്ല വശത്തേക്ക് തയ്ക്കുക, ഉണ്ടോ, നല്ല വശത്തേക്ക് തയ്ക്കുക. അപ്പോൾ ഇതിന് ഒരു കാര്യം ചെയ്യണം. ആദ്യം വെട്ടുമ്പോൾ തന്നെ 1/2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് നൈറ്റിൻ്റെ ബോഡി പാർട്ടിലേക്ക് കണക്കാക്കിയിട്ടുണ്ടാവണം. അപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ തയ്ച്ചെടുക്കുക, ഉണ്ടോ ഇതിൻ്റെ. അപ്പോൾ ഇത് തയ്യൽ തുമ്പ് നല്ല വശത്തേക്ക് വരും. കാണിച്ചു തരാവേ. ഉണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ തയ്ച്ചെടുത്ത് ഇതിങ്ങനെ നല്ല വശത്തേക്കാണ് ഇതിൻ്റെ തയ്യൽ തുമ്പ് വെക്കുന്നത്. പിന്നെ ഇനി ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ തയ്യൽ തുമ്പ് ഇങ്ങനെ മേലക്കാക്കിയിട്ട് വേണമെങ്കിൽ ഒരടിപ്പ് മുളയ്ക്കൊക്കെ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഈ തയ്യൽ തുമ്പ് ഇങ്ങനെ ഉള്ളിലകത്തിൽ ഇതും കൂടെ മുകളിൽ കൂടെ കേട്ടോ തയ്യൽ തുമ്പ് മേലക്ക് വെച്ചിട്ട് മേലക്ക് പതിച്ച് വെക്കണം. എന്നിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. ഇതിൻ്റെ മേലെ കൂടെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഈ നൂല് ഊരിപ്പോരുന്ന ഭാഗം ഉള്ളിലേക്ക് ആയി കിട്ടും. ഇതാണ് ഞാൻ ചെയ്യുന്ന ട്രിക്ക് കേട്ടോ. ഒന്ന് മേലെ കൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം നമുക്ക്. പിന്നെ അത് ഈ എക്സ്ട്രാ നിൽക്കുന്ന നൂലുകളൊക്കെ ഒന്ന് വെട്ടിക്കളയുക. എന്നിട്ട് അടിച്ചാൽ ഇതൊക്കെ ഇങ്ങനെ ഊർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ദിവസം ഇട്ട് കഴിയുമ്പോഴോ 2 വാഷ് മിഷ്യത്തിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴൊക്കെ ഇതിങ്ങനെ ഫ്രില്ലിങ്ങനെ ഊർന്ന് തൂങ്ങി വരും അവിടെ നിന്നൊക്കെ. അതില്ലാണ്ടിരിക്കാനാ. സൈഡൊക്കെ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇത് കണ്ടോ ഇങ്ങനെ ഒരു തയ്യൽ അകവശം പുറവശം അല്ല ഫ്രണ്ട് വശം നല്ല വൃത്തിയിൽ തന്നെ ഭംഗിയിൽ വന്നിട്ടു.